ഈശോയിൽ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സൗരങ്ങളെ, പരിശുദ്ധ അമ്മയോട് ഒത്തിരി അധികം നമ്മൾ കൂട്ടുപിടിക്കുന്ന ഒരു മാസമാണല്ലോ ഒക്ടോബർ മാസത്തിൽ. ഒരുപാട് ജവമാലകൾ നമ്മൾ ചെല്ലുന്നത്, ജവമാല ആ ഒരു പ്രാർത്ഥനയ്ക്കൊക്കെ ഒത്തിരി പ്രാധാന്യം കൊടുക്കുന്ന ഒരു മാസമാണ്. നമ്മളിവിടെ നമ്മുടെ മരിയം കൂടാരത്തിൽ എല്ലാ ദിവസവും 31 ദിവസവും ജവമാല നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ ജവമാലയൊക്കെ ചെല്ലുമ്പോൾ പരിശുദ്ധ അമ്മയുടെ കൂട്ടുപിടിക്കുമ്പോൾ ഈശോയിലേക്ക് നമ്മളെ കൂടുതൽ അടുപ്പിക്കാൻ സഹായിക്കുന്ന ഈ പരിശുദ്ധ അമ്മ നമ്മുടെ മുമ്പിൽ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ ലൂക്കാ സുവിശേഷം 1-ാം അധ്യായത്തിൽ 38-ാമത്തെ വാക്യത്തിൽ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. ദൂതൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ പരിശുദ്ധ അമ്മ പറയുന്ന ഒരു മറുപടിയുണ്ട്. നിന്റെ ഇഷ്ടം നടക്കട്ടെ കർത്താവെ, അങ്ങയുടെ വാക്ക് എന്നിൽ നിറവേറട്ടെ, ദൈവത്തിന്റെ വചനം നടക്കട്ടെ, ഇഷ്ടം നടക്കട്ടെ എന്ന് പരിശുദ്ധ അമ്മ പറയാണ്. നമ്മൾ ഈ ജപമാല ചൊല്ലുന്നു, ഈശോയോട് ചേർന്ന് നിൽക്കുന്നു, പരിശുദ്ധ അമ്മയുടെ കൈ പിടിക്കുന്നു. നമ്മൾ പരിശുദ്ധ അമ്മയിൽ നിന്ന് പഠിച്ചെടുക്കേണ്ട ഏറ്റവും ആദ്യത്തെ കാര്യങ്ങളൊന്നാണിത്. ശരിക്കും ഈശോയെ നിന്റെ ഇഷ്ടം നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ നമ്മുടെ മനസ്സ് തുറക്കണം. നമുക്കിപ്പോൾ ഓരോ ആവശ്യങ്ങളുണ്ടല്ലേ, നമുക്ക് കടങ്ങളും രോഗങ്ങളും പരീക്ഷകളുണ്ട്, വേദനകളുണ്ട്, ചിലപ്പോൾ സങ്കടങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഈ കാര്യം സാധിച്ചു കിട്ടണം, എല്ലാം ഉണ്ട്. ആത്മീയ നിയോഗങ്ങൾ, ഭൗതിക നിയോഗങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അവിടെ എല്ലാം നമ്മുടെ മനസ്സ് അത്ര ഓപ്പൺ ആയാൽ മാത്രമേ നമുക്കിങ്ങനെ പരിശുദ്ധ അമ്മയെ പോലെ പറയാൻ പറ്റുള്ളൂ. നിന്റെ ഇഷ്ടം നടക്കട്ടെ, കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക്, നിന്റെ ഇഷ്ടം നടക്കട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്ന എല്ലാ നിയോഗങ്ങളും ഉണ്ടല്ലോ. ശരിക്കും അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് വേണം. എല്ലാ കാര്യങ്ങളും നമ്മൾ കുറവിലോ, നമ്മൾ സങ്കടത്തിലോ, നമ്മൾ ദാരിദ്ര്യത്തിലോ ജീവിക്കണമെന്ന് ഈശോയ്ക്ക് ആഗ്രഹമില്ല. പക്ഷെ നമ്മളിതൊക്കെ പറയുമ്പോൾ, എല്ലാ പ്രാർത്ഥനകളും ഈശോയുടെ കയ്യിലോട്ട് കൊടുക്കുമ്പോൾ അമ്മ മാതാവ് നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഒന്നാമത്തെ കാര്യമാണ് നമ്മൾ ഇങ്ങനെ പ്രാർത്ഥിക്കണം. എന്ത്? ഈശോയെ നിന്റെ വാക്ക് നടക്കണം, നിന്റെ ഇഷ്ടം നടക്കണം.